ആ സമയം സംവാദങ്ങളിലും വാദപ്രതിവാദങ്ങളിലും ആശയ പ്രചാരണങ്ങളുടെ മുന്നിലും പിടിച്ചു നിൽക്കാൻ കഴിയാതെ വരുമ്പോ ലോകത്ത് എന്നും എല്ലാ കാലഘട്ടത്തിലും ഈ 2022 ആശയങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതിരിക്കുമ്പോ ബുൾഡോസറുകൾ കൊണ്ട് നേരിടുന്ന ഭരണവർഗത്തെയും ഫാസിസത്തെയും 4 സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്തും നമുക്ക് കാണാൻ കഴിയുമെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. അവിടെ അവർ പറഞ്ഞതാണ് ഖാലുബ്നു ലഹു ബുന്യാന فألقوه في الجحيم فأرادوا به كيدا فجعلناهم الأسفلين. നിങ്ങൾ അവന് വേണ്ടി ഒരു പണിയുക, വലിയ തീന്റെ കൂടാരമുണ്ടാക്കുക, എന്നിട്ട് ആ കൂടാരത്തിലേക്ക് ആ തീന്റെ കത്തിയാളുന്ന അഗ്നിയിലേക്ക് ഇബ്രാഹീമിനെ വലിച്ചെറിഞ്ഞുകൊള്ളുക എന്നിട്ട് അവർ പരസ്പരം ചർച്ച ചെയ്യുകയാണ്. രാജാവിന്റെ ഒത്താശയോടുകൂടി, ആ നാട്ടിലെ ജനങ്ങളുടെ മുഴുവനും ഒത്താശയോടുകൂടി ആ നാട് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത വലിയ അഗ്നികുണ്ടാരം അവിടെ ഒരുക്കപ്പെടുകയാണ്. അതിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ വലിച്ചെറിയുകയും ചെയ്യുകയാണെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ, ഈ ലോകത്ത് മഞ്ഞുപാളികൾക്ക് തണുപ്പ് നൽകിയവൻ അല്ലാഹുവാണ്, പഞ്ചസാരക്ക് മധുരം നൽകിയവൻ അല്ലാഹുവാണ്, ഉപ്പിന് ഉപ്പുരസം നൽകിയവൻ അല്ലാഹുവാണ്, മനുഷ്യനെ മനുഷ്യനാക്കിയവൻ അല്ലാഹുവാണ്, കണ്ണിന് കാഴ്ച നൽകിയവനും ചെവിക്ക് കേൾവി നൽകിയവനും അല്ലാഹുവാണ്, തീന് ചൂട് നൽകിയവനും അല്ലാഹുവാണ്. ആ റബ്ബ് തീയോട് പറയുകയാണ്, യാ നാർ കൂനി ബർദൻ വസലാമൻ അലാ ഇബ്രാഹീം. അല്ലയോ തീയേ, ഇബ്രാഹിമിന് നീ വെറും തണുപ്പായി മാറിയാൽ മാത്രം പോരാ, അദ്ദേഹത്തിന് സമാധാനം നൽകണം. എത്ര കാലം അദ്ദേഹം നിന്റെ ഉള്ളിലുണ്ടോ അത്രയും കാലം അദ്ദേഹത്തിന് സമാധാനവും തണുപ്പും തീയെ നീ നൽകണമെന്ന് അല്ലാഹു കൽപ്പിച്ചപ്പോ ആ മനുഷ്യരുടെ കുതന്ത്രങ്ങൾ മുഴുവനും പാഴാകുകയാണ്. ആ തീയുടെ ചാരക്കൂമ്പാരത്തിനിടയിൽ നിന്ന് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഒരു രോമത്തിന് പോലും പോറലേൽക്കാതെ എഴുന്നേറ്റ് വരികയാണ്. എന്നിട്ട് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം പറയുകയാണ്, വഖാല ഇന്നി ദാഹിബുൻ ഇലാ റബ്ബി സയഹ്ദീൻ. ഞാൻ പോകുകയാണ്, ഞാനിതാ നിങ്ങളിൽ നിന്ന് പോകുകയാണ്, എന്റെ റബ്ബെനിക്ക് കാണിച്ചു തന്ന മാർഗത്തിലേക്ക് ഞാനിതാ സഞ്ചാരം തുടങ്ങുകയാണ്. സയഹ്ദീൻ, അവൻ എനിക്ക് വഴി കാണിച്ചു തന്നേക്കാം. നിങ്ങളെ നന്നാവാൻ പോകുന്നില്ല, നിങ്ങളെ വിഗ്രഹത്തെ ഉപേക്ഷിക്കാൻ പോകുന്നില്ല, നിങ്ങളെ ശിർക്കിന്റെ മാർഗത്തിൽ നിന്ന് വഹദാനിയത്തിന്റെ തൗഹീദിന്റെ പാതയിലേക്ക് വരാൻ പോകുന്നില്ല. അതുകൊണ്ട് ഞാനിതാ അല്ലാഹുവിന്റെ അനുവാദത്തോടുകൂടി ഹിജറക്ക് പുറപ്പെടാൻ പോവുകയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്ക് ഹിജറ പുറപ്പെട്ടു. ഫലസ്തീന്റെ ചരിത്രം തുടങ്ങുന്നത് അവിടെയാണ്. ഇറാഖിൽ നിന്ന് ഫലസ്തീനിലേക്കുള്ള യാത്രാ മധ്യ ഈജിപ്തിൽ വെച്ചിട്ടാണ് അവർക്ക് ആരെ കിട്ടുന്നത്? ഹാജറ ബീവിയെ കിട്ടുന്നത്. ഈജിപ്തുകാരിയാണ് ഹാജറ ബീവി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഒരിക്കലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഈജിപ്തുകാരെ കാണുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട്, സഹാബത്തിനോട് പറയാണ്, ഈജിപ്തുകാരെ കാണുമ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നന്നായിട്ട് പെരുമാറണം. കാരണം എന്താണ്? അവർ നിങ്ങളുമായി കുടുംബ ബന്ധമുള്ളവരാണ്. ഏത് കുടുംബം? എത്രയോ കൊല്ലങ്ങൾക്കപ്പുറത്ത്, സഹസ്രാബ്ദങ്ങൾക്കപ്പുറത്ത് അവരോട് നന്നായിട്ട് പെരുമാറണം. അവർ മുസ്ലിങ്ങൾ പോലല്ല, അവർ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല, പക്ഷേ നിങ്ങളുമായി കുടുംബ ബന്ധമുള്ളത് കൊണ്ട് നിങ്ങൾ അവരോട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, ഈ കേരളത്തിലെ 300, 400, 500 കൊല്ലൊക്കെ മുന്നോട്ട് പോകുമ്പോൾ ഇവിടെ എല്ലാവരും കുടുംബക്കാരായിരിക്കും. ഈ കാണുന്ന എല്ലാവരും ഒരു 300, 400, 500, 600, 700 കൊല്ലൊക്കെ പിറകേക്ക് പോകുമ്പോൾ ഒരു കോമണായ ഉപ്പാപ്പ ഇവിടെയുള്ള എല്ലാവർക്കും ഉണ്ടാവും. ചാത്തനും പോത്തനും കൃഷ്ണനും രാമനും ജോസഫിനും മുഹമ്മദിനും എല്ലാം ഒരു കോമണായ ആൻസെസ്റ്റർ ഉണ്ടാവും, ഒരു കോമണായ ഉപ്പുണ്ടാവും. അവരോട് നല്ല നിലയിൽ വർത്തിക്കണം. കുടുംബക്കാരാണ്, ബന്ധുക്കളാണ്. മതം നോക്കിയിട്ടല്ല, ജാതി നോക്കിയിട്ടല്ല, സംഘടന നോക്കിയിട്ടല്ല, ആദർശം നോക്കിയിട്ടല്ല, കുടുംബ ബന്ധമുള്ളവരാണ്. അതുകൊണ്ട് നല്ല രീതിയിൽ പെരുമാറണമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം. ഈ ഹാജറ ബീവിയെ കിട്ടാൻ കാരണം എന്താണ്? ഫലസ്തീനിലേക്ക് പോകുന്ന വഴി ഈജിപ്തിൽ അന്നുണ്ടായിരുന്നത് വളരെ അഹങ്കാരിയായ, വളരെ പ്രശ്നക്കാരനായ ഒരു രാജാവാണ്. സാറാ ബീവി ആണെങ്കിൽ ഇബ്രാഹിം നബിയുടെ ഭാര്യ വളരെ അതിസുന്ദരിയാണ്. സുന്ദരിയായ സ്ത്രീകൾ ആ നാട്ടിലൂടെ കടന്നുപോയി കഴിഞ്ഞാൽ ഈ രാജാവ് കൈക്കലാക്കി കളയും. അങ്ങനെ സാറാ ബീവിയെ ശല്യപ്പെടുത്താൻ ശ്രമിച്ചതാണ്. പക്ഷെ അത്ഭുതകരമായ രീതിയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ഖലീലിന്റെ ഭാര്യയെ രക്ഷിച്ചു. അയാളാകെ ഭയന്നു, രാജാവാകെ ഭയന്നു. ആ ഭയപ്പാടിന്ന് രക്ഷപ്പെടാൻ പ്രായശ്ചിത്തമായിട്ട് നൽകിയതാണ് ഹാജറ ബീവി അലൈഹിസ്സലാത്തു വസ്സലാമിനെ.
അങ്ങനെ ഹാജറ ബീവിയെയും കൊണ്ട് അവർ ഫലസ്തീനിലേക്ക് പോയി അവിടെ ജീവിതം തുടങ്ങാൻ. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ജീവിതത്തിൽ വലിയ ഒരു പരീക്ഷണം ഉണ്ടായിരുന്നു. എന്താണ് പരീക്ഷണം? നമുക്കെല്ലാം അറിയാം, ചെറുപ്പം തൊട്ട് നമ്മൾ കേൾക്കുന്ന കുട്ടികളില്ല, ജരാനരകൾ ബാധിച്ചിട്ടുണ്ട്, വയസ്സായിട്ടുണ്ട്. കുട്ടികളില്ല എന്നുള്ളത് ചെറിയ പരീക്ഷണം എന്നല്ല പ്രിയപ്പെട്ടവർ. ഈ കൂട്ടത്തിൽ കുട്ടികളില്ലാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്നതിന്റെ ആഴവും അർത്ഥവും എല്ലാവരെക്കാളും കൂടുതൽ അവർക്ക് മനസ്സിലാവും. അതൊരു വലിയ വേദനയാണ്. പല ആളുകളും പല രീതിയിലാണ് ചോദിക്കുക. ചില ആളുകൾ കല്യാണം കഴിഞ്ഞ് 1, 2, 3 കൊല്ലം കഴിഞ്ഞാൽ ആളുകളുടെ ചോദ്യം എന്താണ്? എന്ത് നോക്കുന്നില്ലേ? എന്താ ഇങ്ങനെ നടക്കുന്നു? ഒന്ന് നോക്ക്. ഇനി ഒരു കുട്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെയും ചോദിക്കും. ഒരു 3, 4 കൊല്ലം കഴിഞ്ഞാൽ എന്താ നിർത്തിയ, മതിയാക്കിയ, എന്താ ഇതിങ്ങനെ നാട്ടുകാർക്ക് വല്ലാത്തൊരു അസുഖമാണിത്. ഈ കുട്ടി 10, 15 വർഷമൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് കുട്ടിയില്ലാത്ത ആളുകളുണ്ടാവും. ഇവരെടുത്ത് പോയിട്ട് പറയും, ഇന്ന ചികിത്സ ഉണ്ട് കേട്ടാ, ഇന്നാൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഈ മനുഷ്യനുള്ള ചികിത്സകൾ മൊത്തം ചെയ്തിട്ടുണ്ടാവും, ഒരു ചികിത്സ ഇനി ചെയ്യാൻ ബാക്കി ഉണ്ടാവില്ല. എന്നാലും ഇയാളെടുത്ത് പോയിട്ട് പറയും, ഇന്നടുത്ത് ചികിത്സ ഉണ്ട്, നല്ല എഫക്റ്റീവാണ്, നിങ്ങളൊന്ന് പോയി നോക്ക്, ഒന്ന് കാണിച്ചു നോക്ക് എന്ന് പറയുമ്പോ അവർക്ക് സമാധാനമല്ല ഉണ്ടാവുക കൂട്ടരെ, അവർക്ക് വേദനയാണ് ഉണ്ടാവുക, അവർക്ക് പ്രയാസാണ് ഉണ്ടാവുക. നിങ്ങളറിയാം, ചെറിയ മക്കളുടെ കൊഞ്ചലും കളികളും ഒക്കെ കാണുമ്പോ മക്കളുടെ സൗഭാഗ്യം നൽകിയിട്ടില്ലാത്ത ആളുകളുടെ ഹൃദയത്തിൽ തീയാണ്. അവരുടെ വാർദ്ധക്യം ഓർക്കുമ്പോൾ അവർക്ക് വ്യസനമാണ്. അവർക്ക് കുട്ടികളെ കാണുമ്പോൾ സങ്കടം, വയസ്സായ ആളുകളെ കാണുമ്പോൾ സങ്കടം. എന്താ അവർക്ക് തോന്നുക? പടച്ചോനെ, വാർദ്ധക്യത്തിൽ ഞാനിങ്ങനെ വൃദ്ധനാകുമ്പോ എന്റെ കൈ പിടിക്കാൻ എനിക്കൊരു കുഞ്ഞില്ലല്ലോ റബ്ബേ, എന്നൊന്ന് കൊണ്ടു നടക്കാൻ എനിക്ക് കുട്ടികളില്ലല്ലോ റബ്ബേ എന്ന പരിഭവമായിരിക്കും അവരുടെ മനസ്സിൽ. അത് ഇന്നത്തെ കാലഘട്ടത്തിൽ മാത്രമല്ല, ആ കാലഘട്ടത്തിലും അങ്ങനെ തന്നെയാണ്. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ആ ആദി നന്നായിട്ടുണ്ടായിരുന്നു, ആ വേദന നന്നായിട്ടുണ്ടായിരുന്നു. അങ്ങനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹാജറ ബീവിയെ കല്യാണം കഴിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് കൽപ്പിക്കുന്നത്. അതുവരെ ഇബ്രാഹിം നബിക്ക് ഒറ്റ ഭാര്യ ഉണ്ടായിട്ടുള്ളൂ, സാറ മാത്രം. അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം കുട്ടികൾ ഉണ്ടാകുന്നതിന് വേണ്ടിയാണ് ഹാജറ ബീവിയെ കല്യാണം കഴിക്കാൻ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനോട് അള്ളാഹു കൽപ്പിക്കുന്നതും ഇബ്രാഹിം നബി കല്യാണം കഴിക്കുന്നതും. എന്നിട്ട് അതിലൂടെ അള്ളാഹ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന് ഫബശ്ശർനാഹു ബിഗുലാമിൻ ഹലീം, സഹനശീലനായ നല്ല ഒരു കൺമണിയെ, നല്ലൊരു ആൺകുട്ടിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് നൽകുന്നതും. പക്ഷെ പ്രിയപ്പെട്ടവരെ, കനൽ പദത്തിലൂടെയാണ് ഖലീലുള്ളാഹ് ജീവിച്ചത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞല്ലോ, കാറ്റും കോളും നിറഞ്ഞ കലുഷിതമായ ജീവിതമായിരുന്നു ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ. സുന്ദരമായൊരു ഒഴുക്കല്ല. കുട്ടിയുണ്ടായി, ആ കുട്ടിയെ താരാട്ടുപാടി, ആ കുട്ടിയെ നെഞ്ചോട് ചേർത്ത്, ആ കുട്ടിയെ താലോലിച്ച്, ആ കുട്ടിയെ സ്നേഹിച്ച് കൊതിതീരുന്നതിന്റെ മുന്നേ അള്ളാഹുവിന്റെ അടുത്ത കൽപ്പന വരെയാണ്. ഇബ്രാഹിം പുതിയൊരു ചരിത്ര രചനയ്ക്ക് വേണ്ടിയുള്ള മകനാണത്. പുതിയൊരു നാടിന്റെ, പുതിയൊരു ചരിത്രത്തിന്റെ, പുതിയൊരു മനുഷ്യകുലത്തിന്റെ ചരിത്രത്തിന്റെ നാമ്പാണ് നിന്റെ കയ്യിലിരിക്കുന്നത്. അതുകൊണ്ട് അവനെ നിന്റെ നെഞ്ചിന്റെ ചൂടിലിട്ട് താലോലിക്കാനുള്ളതല്ല, അവനെയും കൊണ്ട് പോകണം. എവിടേക്ക്? ഇന്ന അവ്വല ബൈതിൻ വുദിഅ ലിന്നാസി ലല്ലദീ ബിബക്കത മുബാറക, ലോകത്താദ്യമായി ജനങ്ങൾക്ക് വേണ്ടി പണിയപ്പെട്ട എന്റെ ഭവനമുണ്ട്. എവിടെ? അങ്ങ് ദൂരെ, ആരോരുമില്ലാത്ത, മനുഷ്യവാസമില്ലാത്ത പാറമടക്കുകൾ മാത്രമുള്ള വിജനമായ മക്ക. ആ മക്ക നിന്റെ മകനെയും അവന്റെ ഉമ്മയെയും കാത്തിരിക്കുന്നു. അതുകൊണ്ട് പുറപ്പെട്ടോ എന്ന് അള്ളാഹു പറഞ്ഞപ്പോ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം, പടച്ചോനെ, എന്റെ പൊന്നുമോൻ, ഇവനെ താലോലിച്ചു കൊതി തീർന്നിട്ടില്ലല്ലോ എന്നൊന്നും പറഞ്ഞിട്ടില്ല. എന്തിനാണ് റബ്ബേ എന്റെ കുഞ്ഞിനെ, എന്റെ പൈതലിനെ ആരോരുമില്ലാത്ത ആ ഒരു മണൽക്കാട്ടിൽ, പാറക്കെട്ടിൽ ഉപേക്ഷിക്കുന്നത് എന്ന് അള്ളാഹുവിനോട് ചോദിച്ചില്ല. അള്ളാഹു കൽപ്പിച്ചു. ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം അനുസരിച്ചു. കാൽനടയായ ആ കുടുംബം പുറപ്പെട്ടു. വെയിലും ചൂടും തണുപ്പും രാവും പകലും മരുഭൂമിയും പാറമടക്കുകളും കാടും എല്ലാം കടന്ന് നടന്ന് അവസാനം അള്ളാഹു നിശ്ചയിച്ച ആ സ്ഥലത്തെത്തി. അള്ളാഹു കൽപ്പിച്ച ആ സ്ഥലത്ത് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം ഹാജറ ബീവിയെ നിർത്തി. അവിടുത്തെ കയ്യിലേക്ക് ഇസ്മായിലിനെ കൊടുത്തിട്ട് തിരിഞ്ഞു നടക്കുമ്പോ ഹാജറ ബീവി ചോദിച്ചു, എവിടേക്കാണ് അങ്ങ് പോകുന്നത്? ഈ മണൽക്കാട്ടിൽ ഞങ്ങൾ ഒറ്റക്കിട്ടിട്ട് എവിടേക്കാണ് അങ്ങ് പോകുന്നത്? മറുപടിയില്ല. മറുപടി പറയാൻ ആഗ്രഹമില്ല, എന്നിട്ടല്ല, മറുപടി പറയരുത് എന്ന അല്ലാഹുവിന്റെ കൽപ്പനയാണ്. പടച്ച റബ്ബിന്റെ അമ്രാണ്. ഇബ്രാഹിം നബി അത്ര ഹൃദയം കടുപ്പുള്ള ആളുകളൊന്നുമല്ല. ഒരു ബന്ധമില്ലാത്ത ലൂത്ത് നബിയെ ശിക്ഷിക്കാൻ മലക്കൾ വന്നപ്പോ അവരെന്തിനാണ് ശിക്ഷിക്കുന്നത് എന്ന് ചോദിച്ച് തർക്കിച്ച ആളാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. മനുഷ്യ സ്നേഹിയായ, സരളമായ ഹൃദയമുള്ള, വളരെ പദമുള്ള ഹൃദയമുള്ള മനുഷ്യനാണ് ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. സ്വന്തം കുഞ്ഞും ഭാര്യയും പിറകിൽ നിന്ന് വിളിക്കുമ്പോ നോക്കാൻ മാത്രമുള്ള ഹൃദയത്തിന്റെ
അടുപ്പമുള്ള ആളായിരുന്നില്ല ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. അവസാനം അദ്ദേഹം ദൂരത്തെത്തിയപ്പോ ഹാജറ ബീവി പിറകുന്ന് ചോദിച്ചു, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു അമറക ബിഹാദാ, അല്ലാഹു ആണോ അങ്ങയോട് ഇത് കൽപ്പിച്ചത്? നഅം, അതെ. ഒറ്റ വാക്ക് ആ പെണ്ണിന് അത് മാത്രം മതിയാകുമായിരുന്നു പ്രിയപ്പെട്ടവരെ. ഒരാളുടെ സാന്നിധ്യം പോലും ഇല്ലാത്ത, ഇനി എന്ത് എന്നറിയാത്ത, എങ്ങനെ കഴിക്കും, എങ്ങനെ കുടിക്കും, എങ്ങനെ ഭക്ഷണവും പാനീയവും കിട്ടും എന്ന് പോലും അറിയാത്ത ആ പാറമടയിൽ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ നഅം എന്ന ഒരൊറ്റ വാക്കുകൊണ്ട് ഒരു പെണ്ണിന് പിടിച്ചു നിൽക്കാൻ സാധിച്ചുവെങ്കിൽ തന്റെ ഭർത്താവിന്റെ സഹവാസം കൊണ്ട് നേടിയെടുത്ത തുല്യതയില്ലാത്ത തവക്കുലിന്റെ പ്രതിഫലനമായിരുന്നു അത്. അതിൽ യാതൊരു സംശയവുമില്ല. അവിടെ നിന്നുള്ള അല്ലാഹു സുബ്ഹാനഹു വ തആല പുതിയൊരു നാഗരികതയെ വളർത്തിക്കൊണ്ടുവന്നു. ഇന്ന് മക്കയിലേക്ക് നിങ്ങളൊന്ന് പോയി നോക്കണം. അന്നത്തെ പാറമടയല്ല ഇന്ന് മക്ക. ഇന്ന് മക്കയിൽ കിട്ടാത്ത വിഭവങ്ങളില്ല, മക്കയിലെത്താത്ത നാട്ടുകാരില്ല, മക്കയിലെത്താത്ത സാമഗ്രികളൊന്നും തന്നെയില്ല. കോൺക്രീറ്റ് കാടുകളാണ്, വലിയ വലിയ കെട്ടിടങ്ങളായി അത്യാധുനിക സൗകര്യം മുഴുവനുമുള്ള ഒരു വലിയ പട്ടണമായി, തുല്യതയില്ലാത്തൊരു പട്ടണമായി മക്ക മാറിയെങ്കിൽ അതിന്റെ തുടക്കം ഒരു കറുത്ത പെണ്ണിലേക്കും ആ പെണ്ണിന്റെ പരിശുദ്ധനായ ഒരു പുത്രനിലേക്കും നീളുന്നു എന്നതാണ് ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നത്. അവിടെയും ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ത്യാഗം അവസാനിക്കുന്നില്ല. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം 10-11 വയസ്സ് ഒന്ന് നടക്കാനും ഉപ്പാക്കൊന്ന് കൂട്ടിരിക്കാനും. നമ്മൾ എപ്പോഴാണ് കുട്ടികളെ ഒന്ന് കടയിലേക്ക് പറഞ്ഞയക്കുക, അല്ലെങ്കിൽ ഡോക്ടർക്ക് പോകുമ്പോൾ ഒരുമിച്ച് ഒരു കൂട്ടിനെ ആൺകുട്ടികളെ കൂട്ടുക? എപ്പോഴാണ്? അവർക്ക് 9, 10, 11 വയസ്സൊക്കെ ആകുമ്പോഴാണ്. ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം ആ പ്രായമാകുമ്പോ ഇബ്രാഹിം നബി വീണ്ടും വരികയാണ്. വീട്ടിൽ നിന്ന് കൂട്ടിക്കൊണ്ടുപോകുന്നു. കുറച്ച് വീട്ടിൽ നിന്ന് മാറി കുറച്ച് അങ്ങോട്ട് എത്തിയപ്പോ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്, ആ വാക്ക് പരിശുദ്ധ ഖുർആൻ അതുപോലെ തന്നെ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അല്ലാഹു പറയുന്നു, ഖാല യാ ബുനയ്യ ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക ഫൻദുർ മാദാ തറാ. മോനെ, ഞാൻ നിന്നെ കൂട്ടിക്കൊണ്ടുവന്നത് വെറുതെയല്ല, വെറുതെ നടക്കാൻ ഇറങ്ങിയതല്ല. സുപ്രധാനമായ ഒരു കാര്യം ബാപ്പാക്ക് നിന്നോട് പറയാനുണ്ട്. എന്താണത്? ഇന്നി അറാ ഫിൽ മനാമി അന്നി അസ്ബഹുക. ഞാൻ നിന്നെ അറുക്കുന്നതായി സ്വപ്നം കണ്ടിരിക്കുന്നു. എന്റെ സ്വപ്നം വഹ്യാണ് മോനെ, ആ വഹ്യ് കൽപ്പനയാണ് മോനെ. അതുകൊണ്ട് നിന്റെ അഭിപ്രായം എന്താണ്? നിന്നെ അറുക്കാൻ എന്റെ റബ്ബ് എന്നോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം ഇസ്മായിൽ നബിയോട് പറഞ്ഞപ്പോ ആ മകന്റെ മറുപടി എന്താണ്? ഖാല യാ അബത്, അല്ലയോ വാപ്പാ, ഇഫ്അൽ മാ തുമർ, എന്താണോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് അത് അതുപോലെ ചെയ്തു കൊള്ളുക, ഒരു മടിയും വേണ്ട. സതജിദുനി ഇൻഷാ അല്ലാഹു മിനസ് സാബിരീൻ. ഞാൻ ഇവിടെ നിന്ന് കുതറിയോടുകയില്ല, ഞാൻ ഇതിൽ നിന്ന് പിന്മാറുകയില്ല, അങ്ങയുടെ കൈകൾ ഞാൻ തട്ടിമാറ്റുകയില്ല. അങ്ങയോട് അല്ലാഹു കൽപ്പിച്ച ആ കൽപ്പന നിറവേറ്റുന്നതിന് വേണ്ടി പ്രിയപ്പെട്ട വാപ്പാ, ഇൻഷാ അല്ലാഹ് ഷമാലുക്കളുടെ കൂട്ടത്തിൽ താങ്കൾക്ക് എന്നെ കാണാൻ കഴിയുമെന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ബാപ്പാനോട് പറയുകയാണ്. എന്നിട്ട് ഇത്രയും കൂടി പറഞ്ഞു കൊടുക്കുന്നു, ഉപ്പാ, നിങ്ങൾ എന്നെ അറുക്കുമ്പോ എന്നെ മലർത്തി കിടത്തിക്കൊണ്ട് എന്റെ കഴുത്തിലേക്ക് കത്തിവെക്കരുത്. കാരണം ആ കത്തിയുടെ മൂർച്ചയുള്ള ഭാഗം എന്റെ കണ്ണനാടിയോടെടുക്കുമ്പോ എന്റെ കണ്ണുകൾ ഒരുപക്ഷെ നിറഞ്ഞേക്കാം, എന്റെ കണ്ണുകളിൽ ഭയം നിയലിച്ചേക്കാം. ആ ഭയം കണ്ടുകൊണ്ട് നിങ്ങൾ ഈ ഉദ്യമത്തിൽ നിന്ന് പിന്മാറിയേക്കാം, അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കാതിരുന്നേക്കാം. അതുകൊണ്ട് എന്നെ കമഴ്ത്തി കിടത്തിക്കൊണ്ട് എന്റെ തല ഉയർത്തിപ്പിടിച്ചുകൊണ്ട് എന്റെ മുഖം നോക്കാതെ, എന്റെ വികാരം നോക്കാതെ, എന്റെ സങ്കടം നോക്കാതെ, എന്റെ ഭയം നോക്കാതെ ബാപ്പാ നിങ്ങൾ എന്റെ കഴുത്തിലേക്ക് കത്തിവെച്ചുകൊള്ളൂ എന്ന് ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ്. ബാപ്പയും മകനും തയ്യാറായി. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും കീഴ്പ്പെട്ടു. അല്ലാഹുവിന്റെ കൽപ്പന പൂർത്തീകരിക്കുന്നതിന് വേണ്ടി അവരതാ ഒരുങ്ങിയപ്പോ വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖത റുയാ. അല്ലാഹുവിന്റെ വിളിയാളം വരികയാണ്. അയ്യാ ഇബ്രാഹിം, അല്ലയോ ഇബ്രാഹിമേ, ഖദ് സദ്ദഖത റുയാ. ഇബ്രാഹിം, അങ്ങിതാ കൽപ്പന പൂർത്തീകരിച്ചിരിക്കുന്നു, അങ്ങിതാ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ. അങ്ങയുടെ മകന്റെ കഴുത്തിലേക്ക് കത്തിവെക്കേണ്ട ആവശ്യമില്ല, അപ്രകാരമാണ് നാം സൽക്കർമ്മികൾക്ക് പ്രതിഫലം നൽകുന്നത്. ഇന്ന ഹാദാ ലഹുവൽ ബലാഉൽ മുബീൻ. ഇത് വ്യക്തമായ ഒരു പരീക്ഷണം തന്നെയായിരുന്നു. വഫദൈനാഹു ബിദിബ്ഹിൻ നദീം.
ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാമിന് പകരം അറുക്കപ്പെടാൻ ഒരാടിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകാൻ. എത്ര വൈകാരികമായ രംഗങ്ങളാണ് പ്രിയപ്പെട്ടവർ, ഒന്ന് ആലോചിച്ച് നോക്ക്. അള്ളാഹുവിന്റെ കൽപ്പനയ്ക്ക് വേണ്ടി ഒരുപോലെ തയ്യാറാകുന്ന ബാപ്പയും മകനും. എങ്ങനെയാണ് ഇബ്രാഹിം നബിക്ക് ഇങ്ങനൊരു മകനെ കിട്ടിയത്? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? നമ്മുടെയൊക്കെ മക്കൾ നമ്മുടെ വഴിക്ക് വരുമോ പ്രിയപ്പെട്ടവരെ? നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, മദ്രസയിൽ അയക്കുന്നുണ്ട്, എല്ലാം ചെയ്യുന്നുണ്ട്, പക്ഷെ നാം നമ്മുടെ മക്കൾക്ക് ജീവിച്ച് കാണിച്ചു കൊടുക്കുന്നില്ല. ഇബ്രാഹിം നബി ജീവിച്ച് കാണിച്ചു കൊടുത്തു. ഇബ്രാഹിം നബി പ്രവർത്തിച്ച് കാണിച്ചു കൊടുത്തു. അതുകൊണ്ടാണ് ഇസ്മായിൽ അലൈഹിസ്സലാത്തു വസ്സലാം ഇബ്രാഹിം നബിയുടെ ചര്യയുടെ ചാണിന് ചാണായും മുഴത്തിന് മുഴമായും പിന്തുടർന്നു പോയത്. നമ്മളെ മക്കളെ നമ്മൾ മദ്രസയിൽ അയച്ചിട്ട് മദ്രസയിൽ നിന്ന് പഠിപ്പിക്കും 5 വക്ത് കൃത്യമായിട്ട് നിസ്കരിക്കണം, എന്നും ഖുർആൻ ഓതണം, എന്നും അദ്കാറുകൾ ചെല്ലണം, എന്നും ദുആ ചെയ്യണം. മദ്രസയിൽ നിന്ന് വരുന്ന മക്കൾ മാതാപിതാക്കളെ കാണുന്നത് ഈ പറയണ ഒന്നും ചെയ്യുന്നില്ല. ഈ പറയുന്ന ഒരു കുന്തവും മാതാപിതാക്കളുടെ ജീവിതത്തിൽ ഇല്ല എന്നുള്ളതാണ്. പിന്നെ എങ്ങനെ അവരെ നന്നാവുക? പിന്നെ എങ്ങനെ അവർ നമ്മുടെ പാതയിലേക്ക് വരും? പ്രിയപ്പെട്ടവരെ, ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ജീവിതത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് അദ്ദേഹത്തെ പിന്തുടരാൻ നാഥൻ നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ. ഇബ്രാഹിമുകളും ഇസ്മായിലുകളുമായി ജീവിക്കാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. വനസ്തഗ്ഫിറുല്ലാഹ ലി വലക്കും വഅൻ ജമീഇൽ മുസ്ലിമീന അജ്മഈൻ വനസ്തഗ്ഫിറൂഹു ഇന്നഹു ഹുവൽ ഗഫൂറുർ റഹീം.